ഞാൻ എന്ത് വലിയ പാപം ചെയ്തിട്ട് നീ എന്നെ ഇത്ര അധികം ശിക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിയെ പോലെ എന്നും വ്രതം നോക്കി നേർച്ച എടുക്കുന്നവളല്ല ഞാൻ. പക്ഷെ എന്റെ മനസ്സിൽ എത്രത്തോളം ഭക്തി ഉണ്ടെന്ന് നിനക്ക് അറിയില്ലേ? ആ ഭക്തി മനസ്സിൽ വെച്ച ഒരു കാര്യം ചോദിക്കുക. ഈ സമൂഹത്തില് ഒരു പെൺകുട്ടി സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ ആർക്കും കഴിയില്ലേ? ഇങ്ങനെ തന്നെ തുടരുന്നത് ശരിയാണോ? ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തില് അറിഞ്ഞോ അറിയാതെയോ വേണമെന്ന് വെച്ചോ ആരെയും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ കലിയുഗത്തിലെ കർമ്മം എപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് തിരിച്ചു വരും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ തെറ്റൊന്നും ചെയ്യാത്ത എനിക്ക് മാത്രം എപ്പോഴും എന്തിനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ? നീ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണോ? ഞാൻ ഒരാളെ പ്രണയിച്ചതേ ഉള്ളൂ, ആരെയും കൊന്നിട്ടില്ല. പ്രണയിച്ചു കഴിഞ്ഞാ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേ പറ്റൂന്ന് നിർബന്ധമുണ്ടോ? ഞാനൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടിയാ. എന്റെ സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിന്റെ പേരിൽ എന്റെ ആഗ്രഹങ്ങളെ ബലി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. വേദാന്ത് നല്ല പണവും സമ്പത്തും അഭിമാനവും ഉള്ള ഒരു കുടുംബത്തില. അതിന്റെ പേരിൽ ഞാൻ അവനെ ഒരു ദൈവമായിട്ടൊന്നും കണ്ടിട്ടില്ല. മാത്രമല്ല, ഞാൻ അവന്റെ കാശ് കണ്ടിട്ടൊന്നും അല്ല അവനെ സ്നേഹിച്ചത്. നാളെ അവന്റെ ഈ പണം എല്ലാം നഷ്ടപ്പെട്ട് കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാതെ ഒരു ജീവിതം തുടങ്ങാന്ന് പറഞ്ഞാല് ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കില്ല. മുന്നും പിന്നും നോക്കാതെ എന്ത് സംഭവിച്ചാലും ശരി, എവിടേക്കാണെങ്കിലും ഞാൻ അവനോടൊപ്പം പോകും. വെറുതെ അങ്ങനെ പോകുന്നല്ല, ആരുടെ എതിർപ്പില്ലാതെ വീട്ടുകാരുടെ സമ്മതത്തോടെ പോകും. എന്താന്ന് വെച്ചാ ഞാൻ പ്രണയിക്കുന്നത് വേദാന്ത് എന്ന മനുഷ്യനെ മാത്രം. അവന്റെ കാശോ വീടോ സമ്പാദ്യോ ഒന്നും നോക്കിയിട്ടല്ല. ഇപ്പൊ ഇവിടെ തന്നെ കേരളത്തിൽ ഒരു ദിവസം തന്നെ എന്തൊക്കെ കാര്യങ്ങളാ നടക്കുന്നത്? ഒന്ന് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങളാ കാണുകയും കേൾക്കുകയും ചെയ്യുന്നേ? എന്റെ ജീവിതം ഇപ്പൊ നീ അങ്ങനെ ആക്കിയിരിക്കുക. സിസ്റ്റർ, ഒരു തവണ ചക്ക ഇട്ടപ്പോ മോലി എത്തുമെന്ന് കരുതി എപ്പോഴും അങ്ങനെ സംഭവിക്കുമെന്ന് കരുതണ്ട. നമ്മുടെ ലക്ഷ്യത്തിനെതിരായി എന്തു വന്നാലും അതിനെ നശിപ്പിക്കണമെന്ന് കരുതിയാ പോരാ, നശിപ്പിച്ച് കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തു പറഞ്ഞാൽ ഇവിടെ ആരും നമ്മളെ അനുസരിച്ചൊന്നും വരില്ല. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചെന്നാ? ഇനി എന്താണ് സംഭവിക്കാൻ ബാക്കിയുള്ളത്? വേദാന്ത് നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. അവനെങ്ങാനും അമൂല്യയുടെ വീട്ടിൽ ചെന്ന് ഈ സംഭവിച്ചതിനൊക്കെ മാപ്പ് പറഞ്ഞാലുണ്ടല്ലോ, ഈ കല്യാണം വീണ്ടും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ കഥ ക്ലോസ്. ഇഡിയറ്റ്. അതുവരെ ഈ സുഹാസിന് സൈലന്റ് ആയിട്ടിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിനൊരു ചാൻസും ഇല്ല. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്തത് അവരുടെ കല്യാണം നടക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ. ഞാനിപ്പോ പൊട്ടിച്ചത് അത്ര ചെറിയ ബോംബൊന്നും അല്ല മോനെ. പ്രമീള ഇനി നമ്മളുമായൊരു ബന്ധത്തിന് തയ്യാറാവുമെന്ന് വിചാരിക്കേ വേണ്ട. ഈ സമയം കൊണ്ട് അമൂല്യക്ക് ചിലപ്പോ വേറെ കല്യാണാലോചന അവർ തുടങ്ങിയെന്ന് അറിഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്ന് വെച്ചാ നമ്മൾ ഇനി ഇവിടെ ഒന്നും ചെയ്യേണ്ടതാണോ ചേച്ചി പറഞ്ഞു വരുന്നേ? നോൺസെൻസ്. എന്നാ നമുക്ക് പോയി പ്രമീള ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം. ഹെൽപ്പ് ചെയ്യാനോ? ഹൗ? അതിനുള്ള ആളും ഇവിടെ റെഡിയായി കഴിഞ്ഞു. മിസ്റ്റർ പ്രദീപ്. അതാരാണ് ഈ പ്രദീപ്? ഹലോ മേഡം, കുറച്ചു നാളായിട്ട് വിളിയൊന്നും ഇല്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നിങ്ങൾക്കിപ്പോ ഒരു വീടിന്റെ അഡ്രസ് അയച്ചു തരാം. നിങ്ങൾ അവിടുത്തെ രണ്ടാമത്തെ പെൺകുട്ടിക്ക് ഒരു പയ്യനെ കണ്ടുപിടിച്ചു കൊടുക്കണം. എന്റെ ജോലി തന്നെ അതാണല്ലോ മേഡം. കാര്യം അവിടെ തീർന്നില്ലേ. ഞാൻ പറയാൻ പോകുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ശരി മേഡം, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം.
സ്നേഹിച്ച് കല്യാണം കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. പക്ഷെ വേദാന്തിനെ പോലെ ഒരു ജെന്റിൽമാനെ മുന്നിൽ കൊണ്ട് നിർത്തിയ എങ്ങനെ പ്രേമിക്കാതിരിക്കാനാ? എന്നിട്ട് ഞാൻ വിചാരിച്ചില്ല അവൻ എന്നെ തിരിച്ചു പ്രണയിക്കുമെന്ന്. എന്തായാലും ഒരു വൺ വേ ലൈൻ ആയിരിക്കും ഞാൻ ഫിക്സ് ചെയ്തത്. അങ്ങനെ അങ്ങ് മറന്നുപോയനെ. പക്ഷെ നീയല്ലേ അവനെ കൊണ്ട് എന്നെ തിരിച്ച് സ്നേഹിപ്പിച്ചത്. എന്തായാലും സ്നേഹിച്ചു പോയി. അതിന് വീട്ടിൽ അച്ഛനും അമ്മയെ സമ്മതിക്കുമെന്നുള്ള ടെൻഷനായിരുന്നു. അപ്പൊ സ്വപ്നത്തിലുണ്ടായിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അന്ന് എന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ചാ കല്യാണം കഴിക്കുമെന്ന് പ്രപ്പോസ് ചെയ്തത്. അന്ന് എന്റെ അച്ഛനും അമ്മയെ സമ്മതിച്ചു. അങ്ങനെ എല്ലാം ഹാപ്പി എൻഡിങ് ആയതാ. ഞങ്ങളുടെ ലവ് സ്റ്റോറി ഡിഫറെന്റ് ആണെന്ന് മനസ്സിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം ഇപ്പൊ നശിപ്പിച്ചില്ലേ നീ? ഒന്നിനു മീതെ ഒന്നായി ഷോക്ക് തന്നാ ഞാൻ എങ്ങനെ ഒന്ന് ജീവിക്കുന്നേ? എന്നെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? വേദാന്ത് ഇല്ലെങ്കിൽ എനിക്ക് വേറെ ആരും വേണ്ട. അങ്ങനെ ഒരു അവസ്ഥ വന്ന വേദാന്ത് എന്ത് ചെയ്യും? നല്ലൊരു പയ്യന്റെ ഭാവിയെ നീ നശിപ്പിച്ചത്. ഇതൊക്കെ എന്താ ഒരു കുട്ടിക്കളിയാണെന്നാണോ നീ വിചാരിച്ചേ? എന്നെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? പറയുന്നവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. പക്ഷെ വേദാന്തിന് എന്ത് വിഷമാവൂന്ന് അറിയോ? ഇപ്പൊ ഞങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിൽ അത് അവന് സഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ തന്നെ പോവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഭ്രാന്ത് പിടിക്കുമെന്ന് ഉറപ്പാ. എന്തെങ്കിലും ചെയ്ത് ഞങ്ങളുടെ കല്യാണം ഒന്ന് നടത്തി തരണേ ഈശ്വര. എന്തെങ്കിലും പറഞ്ഞ് അമ്മയൊന്ന് കൺവിൻസ് ചെയ്യാന്ന് വെച്ചാ പറയുന്നതൊന്നും കേൾക്കാൻ അമ്മ കൂട്ടാക്കുന്നില്ല. ഇതൊന്നും സഹിക്കാൻ കഴിയാതെ നിന്നോട് വന്ന് വിഷമം പറഞ്ഞ് ഒരു പരിഹാരം കാണാൻ എങ്ങോട്ട് ഓടി വന്നേ. പ്ലീസ് ഈശ്വര, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണേ. മണികണ്ഠൻ ചേട്ടാ, മണികണ്ഠൻ ചേട്ടാ. ഞാനാ മണികണ്ഠൻ. ഞാൻ കുറച്ചു നേരമായി കോളിബെല്ലടിക്കാൻ തുടങ്ങിയിട്ട് ആരെയും പുറത്തേക്ക് കണ്ടില്ല. വാതിലാണെങ്കിൽ തുറന്നും കിടക്കുന്നു. അതാ നേരെയും കേറി പോകുന്നത്. ക്ഷമിക്കണം കേട്ടോ. അതെ, കോളിമ്പല്ലി കേടായിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് അതിന്റെ ശബ്ദം കേൾക്കില്ല. പറഞ്ഞോളൂ, എനിക്ക് നിങ്ങളെങ്ങും മനസ്സിലായില്ല. മുഖം കണ്ട് മനസ്സിലാക്കാൻ മാത്രം അത്ര ഫേമസ് ഒന്നും അല്ലേ ഞാൻ. എന്റെ പേര് പ്രദീപ് എന്നാ. ഒരു കല്യാണ ബ്രോക്കറാണ് ഞാൻ. കുറഞ്ഞ സമയത്തിനുള്ളിൽ ആയിരക്കണക്കിന് കല്യാണങ്ങൾ നടത്തി കൊടുത്തൊരു ബ്രോക്കർ കൂടിയാ ഞാൻ. അതുകൊണ്ട് തന്നെ ആൾക്കാർ വിളിക്കുന്നത് കല്യാണ ഡോക്ടർന്നാ. ഇവിടെ ഇരിക്കും. നിങ്ങളെ ഇന്ന് തന്നെ ഇവിടെ എത്തിച്ചത് ദൈവമാണ്. വരൂ, ഇരിക്കൂ. ഞങ്ങള് കല്യാണങ്ങൾക്കുള്ള കേറ്ററിംഗ് സർവീസ് നടത്താറുണ്ട്. കുറച്ചു നാളായിട്ട് ഞങ്ങളത് ചെയ്യാതെ നിർത്തിയിരിക്കുക. ഇപ്പൊ വീണ്ടും ഞങ്ങളത് തുടങ്ങിയിട്ടുണ്ട്. എത്ര വലിയ കല്യാണമാണെങ്കിലും ഓർഡർ തന്നോളൂ. നിങ്ങൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് തന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരും. ഞങ്ങൾ സ്വീറ്റ്സും ഉണ്ടാക്കാറുണ്ട്. 2 ദിവസം മുമ്പ് ഞങ്ങളോട് പറയണമെന്നേ ഉള്ളൂ. ചേച്ചി, ഞാൻ നിങ്ങൾക്ക് കാറ്ററിംഗിന്റെ ഓർഡർ തരാൻ വേണ്ടി ഒന്നും വന്നതല്ല. ഈ വീട്ടിലേക്ക് ഒരു കല്യാണ ആലോചനയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങളുടെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടാമത്തെ മകൾക്ക് പറ്റിയൊരു ആലോചനയായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ ഞാൻ ആലോചിച്ചേ ഉള്ളൂ അവളുടെ കല്യാണം നടത്തണം, അതിനുവേണ്ടി ഒരു ബ്രോക്കറെ വിളിക്കണമെന്നൊക്കെ. ഈശ്വരനായിട്ടാണ് ഇപ്പൊ നിങ്ങളെ ഇങ്ങോട്ടേക്ക് തന്നെ എത്തിച്ചത്. ഇതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. തോന്നുന്നതല്ലേ ചേച്ചി, ഇനി അങ്ങോട്ട് എല്ലാം നല്ലതേ നടക്കൂ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യമല്ലേ. പലരും പലതും ഭാവിയെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ മനുഷ്യർക്ക് എന്താ ആവശ്യം എന്നുള്ളത് ദൈവത്തിനറിയാലോ. ഒന്നും നമ്മുടെ കൈകളിലല്ലല്ലോ ചേച്ചി. എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കൂ. നിങ്ങൾ പറഞ്ഞ സത്യ. ആ പറഞ്ഞതിനോട് 100% യോജിക്കാം. ഒരാളെ വിളിച്ച് ഏർപ്പാടാക്കണോന്ന് വിചാരിച്ചതാ. പക്ഷെ നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്ന് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ദൈവനിശ്ചയമൊന്നല്ലാതെ എന്തു പറയാനാ? അതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ സംസാരിക്കേ, ഞാൻ കോഫി എടുത്തോണ്ട് വരാം. ആദ്യ, ഇത്രയും പടി കയറുമ്പോ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഐ മീൻ, കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. ചേട്ടൻ ചോദിക്കുന്ന ആ കുഞ്ഞ് നമ്മളെ വിട്ടു പോയിട്ട് ഒരുപാട് നാളായിന്ന് ഞാൻ എങ്ങനെ പറയും? ആ സത്യം ഞാൻ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കൂടുതൽ വിഷമിക്കുകയുള്ളൂ. ആ വേദനയുടെ ഭാരം മാത്രമേ എനിക്കുള്ളത്. ചേട്ടന്റെ അമ്മുവിന്റെ എൻഗേജ്മെന്റ് എങ്കിലും നടക്കാതെ ഈ സത്യം ആരുടെ മുന്നിലും വെളിപ്പെടുത്താൻ എനിക്കാവില്ല. ഞാനത് പറയുകയല്ല. ആദ്യ, ആദ്യ, നീ എന്താ ആലോചിക്കുന്ന മോളെ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ എന്റെ കുഞ്ഞിനോട് ചോദിക്കായിരുന്നു ആരെയോ റെഡിന്ന്.
എന്നിട്ട് എന്താ പറഞ്ഞേ? അവൻ റെഡിയാണോ? ഇവനും എന്നെ പോലെ ഫുൾ സ്ട്രോങ് ആയിട്ടാ. ഈ സ്റ്റെപ്പ് മാത്രല്ല, മൗണ്ട് എവറസ്റ്റിൽ വേണമെങ്കിലും പൊക്കോളനെ പറഞ്ഞു. ഈ അവസ്ഥയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ സ്ട്രോങ് എന്നൊന്നുമല്ല പറയാ, തലയ്ക്ക് വെളിവില്ലാന്നാ പറയാ. നമുക്ക് പതുക്കെ കയറാം, വാ. ചേട്ടാ, ഒരു മിനിറ്റ്. ഇനി എന്താ? അമ്പലത്തിൽ വരുന്നതൊന്നും ചേട്ടന് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഇപ്പൊ ഇതെന്താ പറ്റിയത്? ദൈവത്തിനെന്തോ പണി കൊടുക്കാനാണെന്ന് തോന്നല്ലോ. അത് നീ പറഞ്ഞ സത്യ. പക്ഷെ എന്നെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്തതേ ആ വായാടിയ. അവളെ എനിക്ക് തന്നെ തന്നതിന് ദൈവത്തോട് താങ്ക്സ് പറയാനാ ഇപ്പൊ വന്നത്. ദാറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് ബോയ്. എന്നാ നമുക്ക് പോവാം. എന്റെ കയ്യിലുള്ള അത്തരം പ്രൊഫൈൽസ് ഒന്നും മറ്റാരുടെയും കയ്യിൽ ഉണ്ടാവില്ല ചേച്ചി. കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാജിക് അല്ലേ? അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാ എനിക്കും 2 പെൺമക്കളാണുള്ളത്. രണ്ടുപേരും ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഒരേ നിൽപ്പാ. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സഹിക്കേണ്ടി വരുന്നത് എപ്പോഴും പെൺകുട്ടികൾക്ക് മാത്രമാണല്ലോ. സ്വന്തം വീട്ടിൽ കൊച്ചുകുട്ടികളെ പോലെ നടന്നവര് കല്യാണം കഴിഞ്ഞാൽ പിന്നെ വെറും അതിഥികളെ പോലെ ആയില്ലേ? അതുപോലെ നല്ല സംസ്കാരമുള്ള സാധാരണ വീട്ടിലെ പെൺകുട്ടികൾക്ക് വലിയ പണക്കാരുടെ വീട്ടിലെ ആലോചനയൊന്നും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാറില്ല. ഇതിപ്പോ സ്ത്രീധനമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറയുന്നല്ലേ ഉള്ളൂ. അതല്ലാതെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ ഇതുവരെ നടത്തി കൊടുത്ത കല്യാണങ്ങളിൽ ആർക്കും ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകളുടെ ജീവിതത്തിന്റെ കാര്യം ഗ്യാരണ്ടി ആയിരിക്കും. നിങ്ങൾ കാണിച്ച ഇത്രയും ഫോട്ടോകളിൽ നിന്ന് എനിക്ക് ഈ പയ്യനെ ഇഷ്ടപ്പെട്ടത്. ഓ, ഈ പയ്യനാണോ? ഇവര് നിങ്ങളുടെ അതേ കൂട്ടർ തന്നെയാ. കറക്റ്റ് പയ്യനെ തന്നെ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നാളെ തന്നെ കാണാൻ വരാൻ പറയാം. എന്താ, നാളെ തന്നെ കാണാൻ വരുമെന്നോ? ഞങ്ങൾ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ശുഭകാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്നല്ലേ നാളെ തന്നെ കൊണ്ടുവന്നോളൂ. എല്ലാ എടുപടിയും അങ്ങ് നടന്നാ ആ ആവേശത്തിൽ കല്യാണവും നടക്കും. മനസ്സിലെ വലിയ ഭാരവും അങ്ങ് മാറും. ഈശ്വര, എല്ലാവർക്കും നല്ലത് വരുത്തണേ. എനിക്ക് കുറച്ച് എക്സ്ട്രാ നല്ലത് വേണം. എന്നെയും വേദാന്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിപ്പിക്കണേ. ഇവളോ? ഞാൻ വന്ന അമ്പലത്തിൽ തന്നെ ഇവളെങ്ങനെ വന്ന് പെട്ടത്? വാട്ട് എ കോയിൻസിഡൻസ്. നൈസ്. ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് അറിയാതെ തന്നെ അവൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നാളെ തന്നെ ചെക്കനോടും വീട്ടുകാരോടും വന്ന് കാണാൻ പറയാം.
നിങ്ങളുടെ മോള് നാളെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പൊ കുറച്ചു നാളായിട്ട് അവള് വീട്ടിലാ ഉള്ളത്. ഇപ്പൊ എല്ലായിടത്തും വർക്ക് ഫ്രം ഹോം എന്നൊരു പരിപാടിയില്ലേ, അതുകൊണ്ട് ജോലിയൊക്കെ വീട്ടിൽ നിന്നാ. ഇനി പെട്ടെന്ന് ഓഫീസൊക്കെ തുറക്കുമല്ലേ. എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല. നാളെ ഞാൻ അവളെ റെഡിയാക്കി തന്നെ നിർത്തിക്കോളാം. മണികണ്ഠൻ ചേട്ടൻ എന്താ ഇത്ര നേരമായിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ചേട്ടൻ എന്താ ഈ കല്യാണക്കാര്യത്തിൽ വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അത് പിന്നെ അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് പ്രദീപ്. അദ്ദേഹം അല്ലേലും അങ്ങനെയാ, കൂടുതലൊന്നും സംസാരിക്കാറില്ല. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളതും കൂടെ ചേർത്ത് ഞാൻ തന്നെ പറയാറ്. അതെന്തായാലും കൊള്ളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, നാളെ അവരായിട്ട് വരാം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം ഉറപ്പിച്ച് കല്യാണം നിശ്ചയം നടത്തിയേക്കാന്നേ. അതെന്തായാലും നമുക്ക് സംസാരിക്കാം പ്രദീപ്. അത് ഈ ഫോട്ടോ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? പിന്നെന്താ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് നാളെ വരാം. നിങ്ങളുടെ കോഫി വളരെ നന്നായിരുന്നു കേട്ടോ. നാളത്തെ കോഫി ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ. ചെക്കൻ ഈ കോഫി മയങ്ങുമെന്ന് ഉറപ്പാ. ഇനി ഞാൻ പോയിട്ട് വേണം പയ്യന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ. എന്നാ ഇറങ്ങിക്കോട്ടെ. അപ്പൊ പോയിട്ട് വരാം. എടി അവിടെ നിക്ക്. ആദ്യ അത് നമ്മുടെ അമൂല്യല്ലേ മോളെ? അതിലെന്താ ഇത്ര സംശയം? അത് നമ്മുടെ റൗഡി ബേബിയാ. പിന്നെന്തിനാ ആ കഴുത നമ്മളെ കണ്ടപ്പോ ഓടിയത്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളേ. ആഗ്രയിലൊക്കെ പോയി പ്രൊപ്പോസ് ചെയ്ത് വന്നത് നിങ്ങളല്ലേ? നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടാവുമെന്നും നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നോൺസെൻസ്. നീ പറയുന്ന പോലെ ഒന്നും അല്ല. എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. എന്നാലും ഈ പെണ്ണെന്തിനാ ഓടിയത്? എനിക്ക് തോന്നുന്നത് ചേട്ടൻ വെറൊരു പൊട്ടനാണെന്നാ. വാട്ട്? പിന്നെ അല്ലാതെ എന്ത് പറയാനാ? ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നീ പറയുന്നൊക്കെ വെറും നോൺസെൻസാ. നീ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നമില്ല. ഇത് വേറെ എന്തുവാ? ഇങ്ങനെ ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞിട്ട് എന്താ? വേഗം പോയി അവളോട് സംസാരിക്ക. എന്നാലല്ലേ അറിയൂ, അവൾ ആക്ച്വലി മറ്റുള്ളവരെ പോലെയല്ല, സ്പെഷ്യൽ ക്യാരക്ടറാ. അങ്ങോട്ട് പോവാൻ നോക്ക്. ഹലോ, നമസ്കാരം മാഡം. ഞാൻ മാഡത്തെ വിളിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അതറിയാവുന്നോണ്ടാ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചത്. പോയ കാര്യം എന്തായി? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ? ഞാനൊരു കാര്യം ഏറ്റാലേ അത് ഏറ്റതാ മാഡം. അവർക്ക് വേണ്ടതുപോലത്തെ ഒരു പയ്യനെ തന്നെയാ ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാ ആ പ്രമീള അതിന് സമ്മതിച്ചോ? കല്യാണാലോചന എന്ന് പറഞ്ഞപ്പോ തന്നെ അവര് സമ്മതിച്ചു കഴിഞ്ഞു. മോനെ കണ്ണ, ആ ബ്രോക്കറെ നാളെ തന്നെ ആ പയ്യന്റെ വീട്ടുകാരെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ സമയം ചോദിക്കാൻ മറന്നുപോയി. അയാൾ പുറത്തുണ്ടാവും. മോനൊന്ന് ചെന്ന് ചോദിക്കും. ഈ കാര്യം ഓർത്ത് മാഡം ഇനി ഒരുപാട് ടെൻഷൻ ഒന്നും ആവണ്ട. അമൂല്യയുടെ വീട്ടുകാര് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. ആ രീതിയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ നീക്കിയിരിക്കുന്നത്. ഏത് പയ്യനാണെങ്കിലും ഞാൻ എന്തു പറയുന്നോ അതുപോലെ തന്നെ അനുസരിക്കുന്നവരായിരിക്കും. ഈ കാര്യത്തെക്കുറിച്ച് മാഡം ഇനി ചിന്തിക്കേ വേണ്ട. എനിക്കുള്ള കമ്മീഷനെ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. എല്ലാം ഭംഗിയായിട്ട് നടന്നോളും. എന്താ പിന്നെ ശരി സുഹാസിനി മാഡം.